ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇയർ എൻഡിങ് ചലഞ്ചിന്റെ രണ്ടാം ദിവസത്തേക്ക് സ്വാഗതം. നമ്മളുടെ ഈ രണ്ടാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചരിത്രമാണ്. അപ്പോൾ അരുൺ സാറും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ചരിത്രത്തിലൂടെയുള്ള യാത്രയാണ്. PSC പ്രത്യേകിച്ച് സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഈ ക്ലാസ്സുകൾ കാണുക, ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക, അതുപോലെ തന്നെ എക്സാം എഴുതുക. അതുപോലെ ഇതിൻ്റെ PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സുകളിലേക്ക് പോകാം. സോ അതിന് മുമ്പ് നമ്മുടെ ഇതിൻ്റെ PDF കാര്യങ്ങളും ഒക്കെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ പിൻ കമൻറ്റിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറേ ലിങ്ക് വരും. അതിൽ വാട്സപ്പ് ഉണ്ടാവും, ടെലഗ്രാം ഉണ്ടാവും, പലതും ഉണ്ടാവും. ചില വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിറ്റിയൊക്കെ ചിലപ്പോൾ ഫില്ലായിട്ടുണ്ടാവും. 15ാമത്തെയൊക്കെ ഗ്രൂപ്പുകളപ്പോൾ ഉണ്ടാവും, അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൻ്റെ ലിങ്കും മിഷൻ LDC എന്ന് പറയുന്ന ടെലഗ്രാമിൻ്റെ ലിങ്ക് എല്ലാം അതിൽ ഒറ്റ ലിങ്കിൽ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം, വാട്സപ്പ് ലിങ്കിൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യാം. ഇവിടെ രണ്ടിടത്ത് വന്നാലും നിങ്ങൾക്ക് PDF കിട്ടും. ഈ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ കൂടാതെ ആപ്പിലാണ് എക്സാം നടക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം എൻട്രി ആപ്പിലുണ്ട്. അതിൻ്റെ ലിങ്കും ഒക്കെ ആ ടെലഗ്രാമിലൊക്കെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആ എക്സാം എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത് കേരളത്തിൽ കൊളോണിയലിസത്തിനെതിരെ അല്ലെങ്കിൽ വിദേശാധിപത്യത്തിനെതിരെ നടന്ന ആദ്യകാല സമരങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മൾ തുടങ്ങുന്നത് 1697 എന്ന വർഷത്തിലാണ്. ഈ വർഷത്തിലാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 ഇതിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ കലാപം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഈ അഞ്ചുതെങ്ങ് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ അഞ്ചുതെങ്ങ് എപ്പോഴും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് എവിടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ ഈ അഞ്ചുതെങ്ങിലാണ്. ഏത് വർഷമാണെന്നറിയോ? ആ പേരിൽ തന്നെ ഉണ്ട്, അഞ്ചുതെങ്ങ്. 1905 അഞ്ചുതെങ്ങിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു. ആ അഞ്ചുതെങ്ങിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കലാപം വർഷം 1697. ഇനി എന്താണ് ഇതിന് കാരണം? അതിനൊരു കാരണം നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ പറയേണ്ടത് ഇവിടം തൊട്ടാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പണ്ടകശാലകളുണ്ട്. അതിലൊന്ന് നമ്മുടെ അഞ്ചുതെങ്ങാണ്. പിന്നീട് അതുപോലെ വിഴിഞ്ഞത്തൊക്കെ ബ്രിട്ടീഷുകാർക്ക് പണ്ടകശാലകൾ ഉണ്ടായിരുന്നു. തലശ്ശേരിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന അഞ്ചുതെങ്ങിൽ ഇത്തരത്തിലൊരു പണ്ടകശാല ആറ്റിങ്ങൽ റാണിയോട് അനുവാദം ചോദിക്കുന്നു. ആറ്റിങ്ങൽ റാണി വളരെ സന്തോഷത്തോടുകൂടി കുറേ പാരിതോഷികമൊക്കെ മേടിച്ചുകൊണ്ട് അതിന് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ അവർ ആദ്യം എന്ത് ചെയ്തു? ഒരു പണ്ടകശാല പണിഞ്ഞു. കഴിഞ്ഞില്ല. വീണ്ടും ആറ്റിങ്ങൽ റാണിയെ സോപ്പിട്ടുകൊണ്ട് അവർ 1690 അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു. വീണ്ടും എന്ത് ചെയ്തു? എല്ലാ പാരിതോഷികവും കിട്ടുന്നതല്ലേ. ആറ്റിങ്ങൽ റാണി എന്ത് ചെയ്തു? അതിനും അനുവാദം കൊടുത്തു. അങ്ങനെ 1695 അവർ കോട്ടയുടെ പണി അവർ പൂർത്തിയാക്കി. അപ്പോൾ അവരെ ഇനി പെട്ടെന്ന് ആർക്കും ആക്രമിക്കാൻ കഴിയില്ല. കാരണം പണ്ടകശാലയായി, കോട്ടയായി. ഇനി അവരെന്ത് ചെയ്യുന്നത്? അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ആറ്റിങ്ങൽ റാണിയോട് പറഞ്ഞു, ഇവിടുത്തെ വ്യാപാരത്തിനുള്ള അധികാരം കൂടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ആറ്റിങ്ങൽ റാണി എന്ത് ചെയ്തു? 2 കൈ നീട്ടി അതും കൂടെ സ്വീകരിച്ചു. പാരിതോഷികം സ്വീകരിച്ചിട്ട് പറഞ്ഞു, ശരി, അത് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുരുമുളകിൻ്റെ അവിടുത്തെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്കും കൊടുത്തു. അത് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വ്യാപാര കുത്തക അവരുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കർഷകർ, സാധാരണക്കാരായ കർഷകർ, ഇവർ പറയുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യണം? കുരുമുളക് കൊടുക്കണം. ബ്രിട്ടീഷുകാർ പറയുന്ന പൈസയ്ക്ക് കുരുമുളക് കൊടുക്കണം എന്ന നിലയിലേക്ക് വന്നു. ഇതാണ് ഈ കുരുമുളകുമായി ബന്ധപ്പെട്ട ഈ കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ അഞ്ചുതെങ്ങ് കലാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇവിടെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകിയതും ഇംഗ്ലീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് കർഷകൻ കുരുമുളക് വിൽക്കണമെന്ന നിബന്ധനയും കലാപത്തിന് കാരണമായി. അങ്ങനെ പ്രദേശവാസികൾ എന്ത് ചെയ്യുന്നറിയാവോ? അവർ 1697 അഞ്ചുതെങ്ങിലെ ഫാക്ടറി എന്ത് ചെയ്തു? ആക്രമിച്ചു. വല്ല കാര്യമുണ്ടോ? വലിയ അത്യാധുനിക സംവിധാനങ്ങളും പട്ടാളമൊക്കെ ഉള്ള ബ്രിട്ടീഷുകാരെ ആക്രമിച്ചിട്ട് കാര്യമുണ്ടോ പെട്ടെന്ന്? ഇല്ല. അങ്ങനെ ആളുകൾ, അവിടുത്തെ സ്ഥലവാസികളെല്ലാം കൂടെ ആക്രമണം നടത്തിയെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ വളരെ സിമ്പിളായിട്ട് തന്നെ അത് അടിച്ചമർത്തി അങ്ങനെ ഇത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എങ്കിലും കേരള ചരിത്രത്തിൽ വലിയൊരു പ്രാധാന്യം കേരളത്തിലെ ആദ്യത്തെ കലാപം എന്ന നിലയ്ക്ക് അഞ്ചുതെങ്ങ് കലാപത്തിന് വരികയാണ്. വർഷം മറക്കേണ്ട 1697. ഇനി രണ്ടാമത്, അതങ്ങനെ കഴിഞ്ഞു. കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തൊരു കലാപം ഉണ്ടാകുന്നു. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു പ്രഹരം ഏറ്റത്? മറ്റേത് ഒരു മുൻകൂട്ടി ധാരണയൊന്നും ഇല്ലാതെ, പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ നടന്ന കലാപമാണെങ്കിൽ ഈ കലാപം കുറച്ചും കൂടെ പ്ലാൻഡ് ആയിട്ട് നടന്നൊരു കലാപമായതുകൊണ്ട് ഇത് ബ്രിട്ടീഷുകാരെ കുറേ ആൾക്കാർ മരിച്ചു പോകുന്നതിന് കാരണമായി, കുറേ ആൾക്കാർ കൊല്ലപ്പെടുന്നതിന് കാരണമായി.
സോ അതുകൊണ്ട് തന്നെ കേരള ചരിത്രത്തിൽ ഇതിനുള്ള പ്രാധാന്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങാണ്, ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. തമ്മിൽ മാറിപ്പോരുത്. ആദ്യത്തത് അഞ്ചുതെങ്ങ്, ആദ്യത്തെ സംഘടിതം അത് ആറ്റിങ്ങൽ കലാപമാണ്. വർഷം 1721 ഏപ്രിൽ 15. ഇനി ഒരു വലിയ പ്രാധാന്യം, 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇനി കാരണങ്ങൾ, ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിന്റെ കാരണം എന്താ? കുരുമുളകിന്റെ തന്നെയാണ് കാരണം. കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികമാണ്. അതായത് പുറത്തുനിന്നൊരു വിദേശിയോ ആരെങ്കിലും ഒക്കെ ആറ്റിങ്ങൽ റാണിക്ക് ഒരു പാരിതോഷികം കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടുത്തെ എട്ടുവീട്ടിൽ മാടമ്പിമാരോ അതുപോലെ പിള്ളമാരോ നായർ പ്രമാണിമാരോ ഒക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ റാണിക്ക് അത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് സാധനമൊക്കെ അവർക്കും കിട്ടണം. എന്നാൽ ഇവിടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ഗിഫോർഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അന്ന് അവിടെ അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാരുടെ മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗിഫോർഡ് ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഈ റാണിക്ക് നേരിട്ട് ഇവരെ ഒഴിവാക്കിയിട്ട് റാണിക്ക് നേരിട്ട് പാരിതോഷികം കൊടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഇത് ഈ പറയുന്ന ഇടനിലക്കാരായിട്ടുള്ള ഈ നായർ പ്രമാണിമാരെയും ഈ പിള്ളമാരെയൊക്കെ എന്ത് ചെയ്തു? അലോസരപ്പെടുത്തുകയും അവരെ ബ്രിട്ടീഷുകാരെ ശത്രുവാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ആ ഒരു കാരണം, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ഈ ആറ്റിങ്ങൽ കലാപത്തിന് വലിയൊരു കാരണമാണ്. അങ്ങനെ ഒരു ദിവസം 1721 നമ്മുടെ ഏപ്രിൽ 15 നമ്മുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, ഈ ഗിഫോർഡ് ഉൾപ്പെടുന്ന ഒരു 140ഓളം വരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ആറ്റിങ്ങൽ റാണി കുറച്ച് ഉപഹാരങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ ഈ ആൾക്കാരെല്ലാവരും, ഈ പറയുന്ന പ്രമാണിമാരും നായർ പ്രമാണിമാരും അതേപോലെ തന്നെ ബാക്കിയുള്ള നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് ഈ 140 പേരെയും അങ്ങ് കൊന്നുകളയുകയാണ്. അങ്ങനെ കൊന്നുകളയുന്നു. അതിനുശേഷം അവർ ഇവരുടെ കോട്ട ആക്രമിക്കുന്നു. അങ്ങനെ ആക്രമിച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് നിക്കക്കളി ഇല്ലാതെ വരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നറിയാവോ? അവസാനം തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷുകാരുടെ ഒരു പോഷക സേനയെ ഇറക്കിയിട്ടാണ് ഈ കലാപകാരികളെ അടിച്ചമർത്തുന്നത്. അങ്ങനെ ഇവിടെ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു. 140ഓളം വരുന്ന മറ്റു ഉദ്യോഗസ്ഥന്മാരും കൊല്ലപ്പെടുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നുള്ള ഇംഗ്ലീഷുകാരുടെ പോഷക സേനയാണ് ഈ കലാപം അടിച്ചമർത്തിയത്. കലാപം നടന്ന സമയത്ത് വേനാട് ഭരിച്ചുകൊണ്ടിരുന്നത് ആദിത്യവർമ്മയാണ്. അപ്പോൾ എന്തായാലും ബ്രിട്ടീഷുകാരെ ഒന്ന് കിരീട വറപ്പിച്ച ഒരു കലാപമായിരുന്നു ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം. വർഷം മറക്കേണ്ട 1721. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മലബാറിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ നിന്നത് തിരുവിതാംകൂറിലാണ്. ഇനി നമ്മൾ നേരെ മലബാറിലേക്ക് പോകുന്നു. മലബാറിൽ പഴശ്ശി സമരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1793 മുതൽ 1805 വരെ 2 തവണയായി നടന്ന സമരങ്ങളാണ് പഴശ്ശി സമരങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ നമുക്കറിയാം പഴശ്ശിരാജ, കേരള സിംഹം, അതേപോലെ തന്നെ പുരളീശമൻ എന്നൊക്കെ അറിയപ്പെട്ട മലബാറിലെ വയനാട്ടിലെ കോട്ടയം രാജകുടുംബത്തിൽ ജനിച്ച പഴശ്ശി രാജാവാണ് ഈ പഴശ്ശി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സോ 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. ഈ ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളായിരുന്നു. അങ്ങനെ കേരളവർമ്മ പഴശ്ശിരാജ എന്നറിയപ്പെട്ട പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു യുദ്ധമുറ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കൊണ്ടുവന്ന യുദ്ധമുറ എന്ന് പറയുന്നത് ഗറില്ല യുദ്ധമുറയാണ്. അത് കാട്ടിനകത്ത് ബ്രിട്ടീഷുകാർ കയറി കഴിഞ്ഞാൽ അമ്പൊക്കെ എവിടുന്നാ വരുന്ന പോലെ അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരത്തിലൊരു ഗറില്ല യുദ്ധമുറയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ രാജാവ് ആവിഷ്കരിച്ചത്. ഇനി രണ്ടാമതൊരു പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജാവ് വിജയിക്കുകയാണ്. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിൻ്റെ വഴിക്ക് വന്നു, ഇന്നത് തരാം ഞങ്ങൾ ഇന്നത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വഴിക്ക് വരികയാണ്. എന്നാൽ വീണ്ടും 1800 മുതൽ 805 വരെ 2ാം പഴശ്ശി സമരം നടക്കുകയാണ്. ഈ പഴശ്ശി കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും അതേപോലെ തന്നെ ഇത് മറ്റൊരു കാര്യത്തിൻ്റെ പരിണിത ഫലമാണ്. അതായത് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം, നമ്മുടെ ടിപ്പു സുൽത്താനുമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലം കൂടിയാണ് 2ാം പഴശ്ശി കലാപം എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും അതേപോലെ തന്നെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലവുമാണ്. അതാണ് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് മൈസൂരിൽ നമ്മുടെ 4ാം മൈസൂർ യുദ്ധമാണ്. കാരണം 4ാം മൈസൂർ യുദ്ധത്തിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ മരിക്കുകയാണ്. അപ്പോൾ അന്ന് സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിൽ പഴശ്ശി രാജാവും മൈസൂർ രാജാവും ടിപ്പു സുൽത്താനോട് യോജിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അടുത്തവർ നേരെ എങ്ങോട്ടേക്ക് തിരിഞ്ഞു? നേരെ നമ്മുടെ പഴശ്ശി രാജാവിലേക്ക് തിരിയുകയാണ്. ഓക്കെ. ഇനി ബ്രിട്ടീഷ് സൈനിക മേധാവി, അന്ന് ബ്രിട്ടീഷ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിൽ ബ്രിട്ടീഷ് സൈനിക മേധാവി ആർതർ വെല്ലസ്ലിയാണ്. പഴശ്ശിരാജാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ആൾ ചില്ലറക്കാരനല്ല, ആർതർ വെല്ലസ്ലിയാണ്. സോ അന്ന് ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ വയനാട്ടിൽ ഈ പഴശ്ശി രാജാവിനൊക്കെ അറിയുന്ന, അവരുടെ ഒളിപ്പോർ യുദ്ധങ്ങളൊക്കെ അറിയുന്ന, അവരുടെ യുദ്ധമുറകളൊക്കെ അറിയുന്ന നാട്ടുകാരെ തന്നെ ഇവരുടെ പോലീസിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ കോൽക്കാർ എന്ന് പറയുന്ന പ്രത്യേക ഒരു സേനയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. സോ എന്നിട്ട് പഴശ്ശിരാജയെ വധിക്കാൻ ഉത്തരവിട്ട തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ്. അതുപോലെ തന്നെ 1805 നവംബർ 30 പഴശ്ശിരാജാവ്
വെടിയേറ്റ് മരിക്കുന്നു. മരിച്ച സ്ഥലം വയനാട്ടിലെ മാവിലത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. ഇനി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് കണ്ണൂരിലെ പുരളിമലയാണ് കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. ഇനി കലാപത്തിൽ പഴശ്ശിരാജാവ് ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തെ സഹായിച്ച ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്, അവരോട് എഴുതിയിട്ടുണ്ട്. ഈ പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജാവിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ്. അതുപോലെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായരാണ്. നായർ പടത്തലവൻ എടച്ചേന കുങ്കൻ നായരാണ്. കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തുവാണ്. ഓക്കെ, അപ്പോൾ പഴശ്ശിരാജാവിനെ സഹായിച്ച പ്രധാനപ്പെട്ട ഗോത്രവർഗമാണ് കുറിച്യരും കുറുമ്പരും. അതിനകത്ത് കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ 4 പേരും മറക്കരുത്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പ്രധാനമന്ത്രി, കൈതേരി അമ്പു സർവ്വസൈന്യാധിപൻ, എടച്ചേന കുങ്കൻ നായർ പടത്തലവൻ, തലക്കൽ ചന്തു കുറിച്യർ നേതാവാണ്. ഇനി ഇവർ രണ്ടുകൂടെ ചേർന്നിട്ട്, ഈ എടച്ചേന കുങ്കൻ നായരും അതേപോലെ തലക്കൽ ചന്തുകൂടെ ചേർന്നിട്ട് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ സമയത്ത് 1802 ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിക്കുന്നുണ്ട്. അപ്പം പനമരം കോട്ട ആക്രമണം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവുമാണ്. അത് 1802 വർഷമെന്നും ഓർത്തിരിക്കുക. ഇനി പുള്ളിമാനും പഴശ്ശിയും എന്ന കൃതി രചിച്ചത് പി കുഞ്ഞിരാമൻ നായരാണ്. പിന്നെ നമുക്കറിയാം ഒരു കൃതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരള സിംഹം എന്ന് പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. അപ്പോൾ ഈ സർദാർ കെ എം പണിക്കരുടെ പുസ്തകമാണ് കേരള സിംഹം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പറങ്കിപ്പടയാളികൾ എന്ന പുസ്തകം എഴുതിയതും സർദാർ കെ എം പണിക്കരാണ്. ഓക്കെ, ഇനി പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? ഇനി അടുത്ത പ്രധാനപ്പെട്ട വീണ്ടും നമ്മൾ തിരുവിതാംകൂറിലേക്ക് വരികയാണ്. നമ്മൾ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് പോയി, ഇനി നമ്മൾ മലബാറിൽ നിന്ന് വീണ്ടും തിരുവിതാംകൂറിലേക്ക് വരികയാണ്. തിരുവിതാംകൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. കുണ്ടറ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിളംബരമാണ് കുണ്ടറ വിളംബരം. ഇത് നടന്നത് 1809 ജനുവരി 11 മലയാള മാസം പറയുകയാണെങ്കിൽ 984 മകരം 1 കുണ്ടറ വിളംബരം നടക്കുന്നത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? ഇനി കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ഈ വേലുത്തമ്പിയെ നേരിടാനായിട്ട് തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേതാവ് കേണൽ ലീഗറാണ്. ഈ അടുത്ത് കഴിഞ്ഞ വർഷം തോന്നുന്നു നടന്നൊരു പരീക്ഷയിൽ വളരെ റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ് കേണൽ ലീഗർ. അതായത് നമ്മുടെ വേലുത്തമ്പി ദളവയെ അടിച്ചമർത്താൻ വേണ്ടി വന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേതാവ് ആര്, സൈന്യാധിപൻ ആര് എന്ന് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം കേണൽ ലീഗറാണ്. ഓക്കെ ആണ് കൂട്ടുകാരെ? യെസ്. ഇനി അടുത്തത് കുറിച്യരുടെ കലാപം. നമ്മൾ ഓൾറെഡി പറഞ്ഞു പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിച്ച വിഭാഗമായിരുന്നു കുറിച്യരും കുറുമ്പരും എന്ന് പറഞ്ഞു. അപ്പോൾ പഴശ്ശിരാജാവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ അവസ്ഥ വളരെ ശോചനമായൊരു അവസ്ഥയിലേക്ക് മാറി. കാരണം ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ നികുതി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വീർപ്പ് മുട്ടി അവസാനം അവരും കലാപത്തിലേക്ക് ഇറങ്ങുകയാണ്. കുറിച്യരുടെ കലാപം വർഷം 1812. പ്രത്യേകത ഇതാണ്, കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഗിരിവർഗ കലാപം അല്ലെങ്കിൽ ഗോത്രവർഗ കലാപം എന്ന് ചോദിച്ചാൽ അത് കുറിച്യർ കലാപമാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ നടന്ന ഏക ഗിരിവർഗ കലാപം ഗോത്രവർഗ കലാപമാണ് ഇപ്പം നമ്മുടെ കുറിച്യർ കലാപം എന്ന് പറയുന്നത്. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് കുറിച്യർ കലാപം നടത്തിയത്. ഇതിന് കാരണങ്ങൾ, ഈ ഒരു കലാപം നടക്കാനുള്ള കാരണങ്ങൾ 3 ഒന്ന്, ബ്രിട്ടീഷുകാർ അധിക നികുതി ആരോട് ചുമത്തി? ഇവർക്ക് ചുമത്തി, കുറിച്യർക്ക് ചുമത്തി. അതുപോലെ തന്നെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതും 3 ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പൊതുവെ പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് കുറിച്യർ കലാപത്തിന്റെ കാരണമെന്ന് പറയുന്നത്. ഇനി വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമാണ്. ഇനി അടുത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ചാന്നാർ ലഹള കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നടന്ന ഏറ്റവും വലിയ സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക വിപ്ലവമായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ഇതിന്റെ വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 1859. സോ അതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ മാറുമറയ്ക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന സമരങ്ങളാണ് ചാന്നാർ ലഹള, ചാന്നാർ സമരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ്. മാറുമറയ്ക്കാൻ വിവേചനം നേരിട്ട വിഭാഗം ചാന്നാർ സ്ത്രീകളാണ്. ചാന്നാർ സമുദായം അല്ലെങ്കിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തേണ്ടി വന്നത്. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റു പേരുകളുണ്ട്. മാറുമറയ്ക്കൽ സമരമെന്നും, ശീലവഴക്കെന്നും, മുലമാറാപ്പ് വഴക്കെന്നും, മേൽശീല കലാപമെന്നും, നാടാർ ലഹളയെന്നുമൊക്കെ പല പേരിലാണ് ഈ ഒരു ചാന്നാർ ലഹള അറിയപ്പെട്ടിരുന്നത്.
ഇനി 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നത്. അപ്പോൾ ചാന്നാർ ലഹള 1859 നടന്നതല്ല, അതിന് മുമ്പേ തന്നെ 1822 തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ഈ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ഒരു നേതാവുണ്ട്, വൈകുണ്ഠസ്വാമികൾ അല്ലേ. 1809 ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള വൈകുണ്ഠസ്വാമികൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച ഇതിൻ്റെ ഒരു ബൗദ്ധിക നേതാവെന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരാൾ കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. അങ്ങനെ ലഹളകൾ നടന്നു. അങ്ങനെ ലാസ്റ്റ് 1859 ജൂലൈ 26 അന്ന് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നറിയാവോ, എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇങ്ങനെ ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ നന്മ തോന്നിയിട്ടൊന്ന് വേണമെങ്കിൽ അത്രയും വർഷം എടുത്തു ഈ ഒരു അവകാശം അവർക്ക് നേടിക്കൊടുക്കാനായിട്ട്. അതും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം, നിർബന്ധപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യേണ്ടി വന്നത്, അവർക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ 1859 ജൂലൈ 26 ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ ഒരു അവകാശം കൊടുക്കുന്നത്. ദെൻ അതിന് മുമ്പ് തന്നെ, അതായത് ഈ നാടാർ സമുദായത്തിൽ ചാന്നാർ സമുദായത്തിൽ നിന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടുള്ള ആളുകൾക്ക് കേണൽ മൺട്രോ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിരുന്നു, ഇത് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയിരുന്നു. അപ്പോൾ അത് എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും അല്ല, ചാന്നാർ സമുദായത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് അന്നത്തെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന കേണൽ മൺട്രോയാണ്. ഓക്കെയാണ് കൂട്ടുകാരെ. ഇനി അടുത്തത് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയാവുന്നത് മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കം ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. 1891. ഇതിന് നേതൃത്വം നൽകിയത് തിരുവിതാംകൂറിലെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ GP പിള്ളയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠപിള്ള എന്നിവരാണ് ഈ മലയാളി മെമ്മോറിയലിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുക്കുന്നത്. ഇതിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മലയാളി മെമ്മോറിയൽ എന്നൊരു വലിയൊരു നിവേദനം ഇവർക്ക് സമർപ്പിക്കേണ്ടി വരുന്നത്. അതായത് ഇവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈഴവനും അതേപോലെ നായർ വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ പോലും തമിഴ്നാട്ടിൽ നിന്നും ബ്രാഹ്മണരെ വരുത്തിക്കൊണ്ടാണ് സർക്കാർ സർവീസിൽ ജോലി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധ സമരം അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു നിവേദനം അവർ സമർപ്പിക്കുന്നത്. ഏകദേശം 1028 പേർ ഒപ്പുവെച്ച നിവേദനമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് ഇവർ സമർപ്പിക്കുന്നത്. സോ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മുദ്രാവാക്യം ബാരിസ്റ്റർ GP പിള്ളയാണ് കൊണ്ടുവരുന്നത്. ഓക്കെയാണ്. ഇനി ഈ ഒരു നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയലിന്റെ 125ാം വാർഷികം നടന്നത് ആചരിച്ചത് 2016 എന്നുള്ള വസ്തുത കൂടി ഓർത്തിരിക്കുക. അങ്ങനെ ഈ ഒരു മലയാളി മെമ്മോറിയൽ കൊടുത്തു. രാജാവ് ദിവാൻ അത് വായിച്ചു നോക്കി. അങ്ങനെ വലിയൊരു അനുകൂലമായ വലിയ നിലപാടൊന്നും സ്വീകരിച്ചില്ല എങ്കിൽ തന്നെയും നായർ പ്രമാണിമാർക്ക് അല്ലെങ്കിൽ നായർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇതുകൊണ്ട് ചെറിയൊരു പ്രയോജനം കിട്ടി. അപ്പോൾ ഇത് ആർക്ക് ഒരു ഗുണവും കിട്ടിയില്ല? ഈഴവ വിഭാഗത്തിന് ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടിയില്ല. അങ്ങനെ ഈഴവരെന്ത് ചെയ്തു? ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഈ മെമ്മോറിയലിലേക്ക് അവരും കടക്കുകയാണ്. അവരും എന്ത് ചെയ്തു? ഒരു മെമ്മോറിയലിലേക്ക് പോവുകയാണ്. 1896 സെപ്റ്റംബർ 3 ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു ഈഴവ മെമ്മോറിയൽ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കുകയാണ്. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതുകൊണ്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെ 1900 നമ്മുടെ കഴ്സൺ പ്രഭു, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള കഴ്സൺ പ്രഭു ഇവിടേക്ക് വന്ന സമയത്ത് വൈസ്രോയി ആയിട്ടുള്ള കഴ്സൺ പ്രഭു അപ്പോൾ ഈ വൈസ്രോയി കഴ്സൺ പ്രഭു നമ്മുടെ കേരളത്തിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഈ ഒരു മെമ്മോറിയൽ കൊടുത്തു. ഇതാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്, പക്ഷെ അത് കൊടുത്തത് കഴ്സൺ പ്രഭുവിനാണ്. ഇത്രയാണ് കാര്യങ്ങൾ. ഇനി അടുത്തത് നമ്മൾ SCERT പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മൾ പ്രധാനപ്പെട്ട ആദ്യകാല മുന്നേറ്റങ്ങൾ പറഞ്ഞു, അത് നമ്മൾ കുറച്ചും കൂടി പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി SCERT പാഠപുസ്തകത്തിൽ മാത്രം ഉൾക്കൊള്ളിച്ച ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതിലുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ SCERTയുടെ 10ാം ക്ലാസ് ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയാണ്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവാണ്. നമുക്കറിയാം 1498 വാസ്കോഡ ഗാമ വരുന്നത്, നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവാണ്. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പോൾ നടത്തിയ സാമൂതിരിയുടെ നാവികത്തലവനാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. സോ ഈ കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം എവിടെയാണെന്നറിയോ? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം
കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ഈ കുഞ്ഞാലി മരക്കാന്മാരാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തഹുൽ മുബീൻ എന്ന് പറയുന്നത്. വ്യക്തമായ വിജയം. ഫത്തഹുൽ മുബീൻ എഴുതിയത് ആരാണ്? ഖാസി മുഹമ്മദ് ആണെന്ന് ഓർത്തിരിക്കുക. ഫത്തഹുൽ മുബീൻ വ്യക്തമായ വിജയം എഴുതിയതാര? ഖാസി മുഹമ്മദാണ്. എന്തുമായി ബന്ധപ്പെട്ട? ചാലിയം കോട്ടയിലെ വിജയം. പോർച്ചുഗീസുകാരിൽ നിന്നും കുഞ്ഞാലി മരക്കാർ ചാലിയം കോട്ട പിടിച്ചെടുത്തതിനെ പ്രകീർത്തിച്ചു കൊണ്ടിട്ട് എഴുതിയ ഒരു അറബി കാവ്യമാണ് ഫത്തഹുൽ മുബീന്. ഖാസി മുഹമ്മദാണ്, മറക്കരുത്. ഇനി അടുത്തത്, ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം 1663. ഇതും സ്കൂൾ പാഠപുസ്തകത്തിലുള്ളതാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം 1663. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം 1741. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന ഏതാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്ത വർഷം 1615 കേട്ടോ. ഈ സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള വർഷമാണ് 1615. ഇനി പാണ്ഡികശാലകൾ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലങ്ങൾ വിഴിഞ്ഞമുണ്ട്, തലശ്ശേരിയുണ്ട്, അഞ്ചുതെങ്ങുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഇതും PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പണ്ടകശാലകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് പണ്ടകശാലകൾ സ്ഥാപിച്ചത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് വിഴിഞ്ഞമാണ്, രണ്ട് തലശ്ശേരി, അഞ്ചുതെങ്ങാണ് കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോവാണ്. അടുത്ത PSCയുടെ SCRT സ്കൂൾ ടെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആറ്റിങ്ങൽ റാണിയാണ്. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോവുകയായിരുന്നു 150ഓളം വരുന്ന പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഈ സംഭവം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം. നമ്മൾ പറഞ്ഞു അല്ലേ, 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ശ്രീരംഗപട്ടണം സന്ധിയാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് നമ്മുടെ എന്ത് കിട്ടുന്നത്? മൈസൂർ. നമ്മുടെ ഇത് ആരൊക്കെ തമ്മിലാണ്? നമ്മൾ ഇന്നലെ പഠിപ്പിച്ചും പറഞ്ഞത് അല്ലേ. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു, കോൺവാലിസ് പ്രഭുവും തമ്മിലായിരുന്നു. സോ അതിലൂടെയാണ് ഈ ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായ വർഷം 1792. അത് മറക്കരുത്. സ്കൂൾ ടെക്സ്റ്റിലുള്ള വർഷമാണ് 1792 തന്നെയാണ് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാനായിട്ട് നിർബന്ധിതനായത്. ഇനി അടുത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി 1795 ഉടമ്പടിയാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാലും 1795. ആ ഉടമ്പടി ചോദിച്ചാലും 1795 ഉടമ്പടിയാണ്. ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ ആളാണ് കേരളവർമ്മ പഴശ്ശിരാജ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകൾ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെയാണ്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം എന്നുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കേരള സിംഹം അതുപോലെ പറങ്കിപ്പടയാളികളൊക്കെ എഴുതിയത് സർദാർ KM പണിക്കരാണ്. ഇനി പഴശ്ശിരാജ ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു? മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളാണ് ചെമ്പമ്പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്തു. ഓക്കെ, ഇനി അടുത്തത്, പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് 1805 നവംബർ മാസം 30-ാം തീയതിയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ കുണ്ടറ വിളംബരം നടത്തിയത് ഏത് വർഷമാണ്? 1809 ജനുവരി 11-നാണ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചാണ്. മണ്ണടിയിലെ ക്ഷേത്രത്തിലാണ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് എന്ന് ഓർത്തിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് കെട്ടിത്തൂക്കിയത്. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാട് കടത്തിയത് മദ്രാസിലേക്കാണ്. സോ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ പാലിയത്തച്ഛനെയും അതേപോലെ തന്നെ നമ്മുടെ വേലുത്തമ്പി ദളവയും ഒരേപോലെ ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആൾക്കാരാണ്. അപ്പോൾ ഇത് സ്കൂൾ ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഈ പറയപ്പെടുന്നതെല്ലാം. ഇനി കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് 1861 നിർമ്മിച്ചത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ, വില്ലോൺ കമ്മീഷൻ. 1921 മലബാർ കലാപം അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929 അതുപോലെ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം നടത്തിയത് 1865 തിരുവിതാംകൂറിലെ കുടിയാൻ ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിക്കാൻ കാരണമായ നിയമം 1896 പാസ്സാക്കിയിട്ടുള്ള ജന്മി കുടിയാൻ നിയമമാണ്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിൽ ഓരോ ചാർട്ടായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിക്കാൻ കാരണമായ നിയമം 1896 പാസ്സാക്കിയിട്ടുള്ള ജന്മി കുടിയാൻ നിയമമാണ്. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914 കൊച്ചി കുടിയായ്മ നിയമം 1914 ഇനി ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്ക് തോട്ടം ആരംഭിച്ചത്? കൊനോലി അല്ലേ, കൊനോലി പ്ലോട്ട് അല്ലേ? യെസ്, കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? നിലമ്പൂരിലാണ്. അതുപോലെ കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ആയിരുന്നത് ആലപ്പുഴയാണ്. കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് 1859. കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രമായി വളർന്നത് കൊല്ലം ജില്ലയാണ്. ബീഡി വ്യവസായത്തിൻ്റെ കേന്ദ്രമായി വളർന്നത് കണ്ണൂരാണ്. ഓട്ട് കമ്പനികൾ സ്ഥാപിതമായത് ഫറൂഖ്, അതേപോലെ കൊല്ലം, ഒല്ലൂര്, തൃശ്ശൂരിലാണ്. ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലുള്ള പോയിന്റാണ്, ഇതൊക്കെ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഇനി കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടുമാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് സാൻസ് ആണ്. അതുപോലെ തന്നെ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിൽ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാരം, പശ്ചിമോദയം എന്നിവ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോരുത്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. പക്ഷേ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. തമ്മിൽ മാറിപ്പോവല്ലേ. ഇനി അടുത്തത്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങളാണ്, വ്യവസായ സ്ഥാപനങ്ങളാണ്. ഒന്ന് പുനലൂർ പേപ്പർ മില്ല്, കൊല്ലം ജില്ലയിലാണ് പുനലൂർ പേപ്പർ മില്ല്. കളമശ്ശേരിയിലെ ഫാക്ട് FACT എറണാകുളത്താണ്. കുണ്ടറ സിറാമിക്സ്, കൊല്ലം ജില്ലയിലെ കുണ്ടറ സിറാമിക്സ്. തിരുവനന്തപുരം ജില്ലയിലെ റബ്ബർ വർക്ക്സ്. കൊച്ചിയിലെ ടാറ്റ ഓയിൽ മിൽസ്. കൊച്ചിയിലെ അളഗപ്പ തുണി മില്ല്. ഇവയെല്ലാം തന്നെ ആധുനിക കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇനി അടുത്തത്, നമ്മുടെ ഇവിടെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് തന്നെ മിഷണറി സംഘങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ. മിഷണറി സംഘങ്ങൾ ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടായാലും പല കാര്യങ്ങളിലും അവരുടെ സ്വാധീനമുണ്ട്. പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അവരാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മിഷണറി സംഘങ്ങൾ, പ്രധാനപ്പെട്ട കേരളത്തിൽ വന്നിട്ടുള്ള മിഷണറി സംഘടനകളും അതുപോലെ തന്നെ അവർ ഏത് മേഖലയിലാണ്, എവിടെയാണ് പ്രവർത്തന മേഖല അവരുടെ എന്നുള്ളതും സ്കൂൾ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചാർട്ട് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് PSC ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇതിൽ തെറ്റ് ചെയ്തതാണ് ശരിയാണെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്ന മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ട 3 സംഘങ്ങളാണ്. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, LMS എന്നറിയപ്പെടുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി CMS, അതേപോലെ തന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BM എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തന മേഖല വ്യത്യസ്തമായിരുന്നു. അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂറാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറുമാണ്. അതുപോലെ തന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മിഷണറി സംഘങ്ങളോട് ഓർത്തിരിക്കുക. LMS തിരുവിതാംകൂർ, CMS കൊച്ചി തിരുവിതാംകൂർ, BM എവിടെയാണ്? മലബാറിലാണ്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ. ഇനി കുറച്ച് പോയിന്റുണ്ട്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതിബായാണ്. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന റീജന്റ് ആയിരുന്ന റാണി ഗൗരി പാർവതിബായാണ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. പിന്നെ തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനും മേൽ, രണ്ടാണ് കേട്ടോ. മലബാറിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനും മേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായമാണ് കേട്ടോ. ഇത് വേറെ നെക്സ്റ്റ് പോയിന്റ് ആണ്. ഇത് മാറിപ്പോയതായിട്ട്. അപ്പോൾ വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായിട്ട് നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലബാറിലാണ്. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനു മേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായത്തിലൂടെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റാണ് നമ്മുടെ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ഒരു പോർഷൻസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ചാപ്റ്റർ, നമുക്ക് ആകെ 1-2 ചാപ്റ്ററാണ് കേരള ഹിസ്റ്ററിയിൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുള്ളൂ. അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ കുറച്ചുകൂടെ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കരുത്, എക്സാം ഒന്നും എഴുതാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും പോകാം. മുഴുവൻ വീഡിയോ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. സോ ഞാൻ നേരത്തെ എല്ലാ ദിവസവും പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ്പ് ഇട്ട് തന്നെ പഠിക്കുക, എല്ലാം ഒന്നിച്ച് പഠിക്കണമെന്നില്ല. സോ ഗ്യാപ്പ് ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം, ആ ഒരു നിശ്ചയത്തോടെ തന്നെ പോവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ. TGS LDC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പരീക്ഷകൾക്കും വെറും 1399 രൂപയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം, അതും 1 വർഷത്തേക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകളോടൊപ്പം 2 ലക്ഷത്തിലധികം ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് എക്സാമിനായി തയ്യാറെടുക്കാം. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തൂ. കുറച്ച് ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം, അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഒന്ന് നോക്കാം. സോ
ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 2024 നടക്കാൻ പോകുന്ന PSCയുടെ പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇവിടെ ശരിയായ ജോഡി നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നതെങ്കിൽ ആദ്യം ചോദ്യത്തിൽ എന്ത് കണ്ടെത്താനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണ്ടെത്തി അത് അണ്ടർലൈൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ശരിയായ ജോഡി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആരെക്കുറിച്ചാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ച് ശരിയായ ജോഡി. അപ്പം ഗാന്ധിജിയെക്കുറിച്ചുള്ള ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഒന്ന്, ചോദ്യത്തിൻ്റെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ. ദെൻ 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഗാന്ധിജിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളൊക്കെ. അദ്ദേഹം അവിടെ ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാനായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയിരുന്നു. അതിനുശേഷം ദക്ഷിണാഫ്രിക്കയിലെ അഭിഭാഷക ജോലി കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് 1915 ജാനുവരി 9 അതുകൊണ്ടാണ് ജാനുവരി 9 പ്രവാസി ഭാരത് ദിവസ് എന്ന പേരിൽ ആഘോഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും അവിടെ എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി നോക്കിക്കേ, സുരേന്ദ്രനാഥ് ബാനർജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയിരുന്നു. തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓപ്ഷനിലേക്കൊന്ന് പോവുക. എ 1, 2, 3 ശരിയാണ്. ബി 1, 3 ശരിയാണ്. സി 1, 2 ശരിയാണ്. ഡി 2, 3 ശരിയാണ്. സോ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ചോദ്യത്തെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനൊരു ചോദ്യം കണ്ടു, അതിൻ്റെ താഴത്തെ ഓപ്ഷൻ നോക്കുന്നു. അങ്ങനെ കോമൺലി ഇവിടുന്ന് ഏതൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും? ശരിയായ ജോഡി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ശരിയായ ജോഡി 3 എന്നുള്ളത് എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പം അങ്ങനെ അല്ലല്ലോ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു സുരേന്ദ്രനാഥ് ബാനർജി അല്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് എവിടം കൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. ഇവിടെ 1, 2 ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ. അപ്പം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി എന്തുകൊണ്ട് ഇവിടെ തെറ്റ് വന്നു? അപ്പം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഭാഗങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവയുമാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞു പോവുക. അപ്പം ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ്. രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഭാഗം പറയുന്നു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, സുരേന്ദ്രനാഥ് ബാനർജി. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം മിതവാദികളായിട്ടുള്ള നേതാക്കളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ നോക്കുക. ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായും ഇവർ രണ്ടും തീവ്ര ദേശീയവാദികളാണ്. മിതവാദി എന്ന വിഭാഗത്തിൽ സുരേന്ദ്രനാഥ് ബാനർജിയെ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഓപ്ഷനിൽ 3 മാത്രം എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എന്താണ്? ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പം ഇത്തരത്തിലും എന്ത് ചെയ്യാം? PSCയുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതും എന്ത് ചെയ്യണം? നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. നമ്മളെ കൊടുക്കാനായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും PSC നടത്തുന്നുണ്ടാകും. അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? തിരിച്ചറിയുക. ഇവിടെ ഓപ്ഷനകത്ത് എന്തില്ല? സുരേന്ദ്രനാഥ് ബാനർജി മാത്രം എന്നുള്ള ഒരു ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ചോദ്യം അവിടെ ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ. ഇനി നോക്കിക്കുക, ആരൊക്കെയാണ്
മിതവാദികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. പ്രധാനപ്പെട്ട മിതവാദി നേതാക്കൾ ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ തുടങ്ങിയവരാണ്. ഇവർ മിതവാദ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇനി തീവ്ര ദേശീയവാദ കാലഘട്ടം 1905 മുതൽ 1918 വരെയാണ്. തീവ്ര ദേശീയവാദ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാൽ എന്നറിയപ്പെടുന്ന ലാൽ പാൽ ബാൽ സഖ്യമാണ്. അപ്പം തീവ്ര ദേശീയവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാലും അടങ്ങുന്ന സഖ്യമാണ്. ഇനി അരബിന്ദ് ഘോഷും ഏത് വിഭാഗത്തിൽ പെടുന്നുണ്ട്? തീവ്ര ദേശീയവാദ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ PSCയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ. ഏതൊക്കെ പ്രസ്താവനയാണ് യോജിക്കാത്തത് എന്നുള്ളതാണ്. നമുക്ക് എലിമിനേഷൻ ടെക്നിക്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓപ്ഷന് വെച്ച് നോക്കുമ്പോഴത്തേന് എല്ലാ ഓപ്ഷനുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ വായിച്ച് നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാര്യം നല്ല രീതിയിൽ ഓപ്ഷനെ എന്ത് ചെയ്തിട്ടുണ്ട്? മിക്സ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് വായിച്ച് നോക്കാം. യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. INCയുടെ ആദ്യ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. സോ WC ബാനർജി ആയിരുന്നു INCയുടെ ആദ്യ സെക്രട്ടറി. ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. അപ്പം യോജിക്കാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ആൻസർ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒന്നില്ലാത്ത CA നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പം 3ഉം 4ഉം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല. ഇനി ആ ഒരു ഓപ്ഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ദെൻ രണ്ടാമത്തെ INCൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. പൂനെയിൽ നടത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ പ്ലേഗ് കാരണം എന്ത് ചെയ്യുന്നു? അത് എവിടേക്ക് മാറ്റി? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലേക്ക് മാറ്റി. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ശരിയാണ്. INCൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ 72 പേര് പങ്കെടുത്തിരുന്നു. ഇനി INCൻ്റെ രണ്ടാമത്തെ സമ്മേളനം മദ്രാസിലാണ്. അല്ല, മദ്രാസിലായിരുന്നില്ല, മറിച്ച് എവിടെയാണ്? കൊൽക്കട്ടയിലാണ് നടന്നത്. സോ 4ഉം എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ യോജിക്കാത്തതാണ് കണ്ടെത്തേണ്ടത്. അപ്പം 1ഉം 4ഉമാണ് ഇവിടെ യോജിക്കാത്തത്. ആൻസർ ഏതാണ് വരുന്നത്? D ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ INCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ചോദ്യം അവിടെ പഠിച്ചു. ഇനി INCയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞു പോവുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ആദ്യ സമ്മേളനത്തിൽ 72 അംഗങ്ങൾ അല്ലെങ്കിൽ 72 പേർ പങ്കെടുത്തു. INCയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരൻ, അതുപോലെ തന്നെ INCയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? AO ഹ്യൂമാണ്, അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്. ഓക്കെ, അപ്പം INCയുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുന്നു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഡൽഹിയാണ്. ചോദ്യത്തിൽ ഏതാണ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സോ ആദ്യമേ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഡൽഹിയാണോ? ആണോ? അല്ല, മറിച്ച് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇനി 1956 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിൻ്റെ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ A 2ഉം 3ഉം ആണ്. ഓക്കെ ആണല്ലോ. ഇനി
പ്രത്യേകം ഓർത്തു വെച്ചിരിക്കുക, 1953 ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ഹൃദയാനന്ദ് ഖുൻസ്രു, സദാ KM പണിക്കർ എന്നിവർ അതിലെ അംഗങ്ങളായിരുന്നു. ഓർത്തു വെച്ചിരിക്കണം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അതിൽ ഹൃദയാനന്ദ് ഖുൻസുവും അതുപോലെ തന്നെ സദാ KM പണിക്കറുമാണ് അംഗങ്ങളായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുന്നു. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളെയും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഡൽഹി ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നു. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായും കാൺപൂരിൽ നാനാ സാഹിബുമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്നുള്ളതാണ്. ഇവിടെ ഡൽഹിയിലെ ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഡൽഹിയിൽ ബഹദൂർ ഷാ ആയിരുന്നു. ബീഗം ഹസ്രത്ത് മഹൽ ഡൽഹിയിലായിരുന്നില്ല. ദെൻ ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായിയും കാൺപൂരിൽ നാനാ സാഹിബുമായിരുന്നു. സോ 2ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. കാരണം സ്കൂൾ ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ശരിയായ ജോഡി ഏത് എന്നുള്ള രീതിയിൽ ഈ 1857 കലാപവും കലാപത്തിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. സോ കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഡൽഹിയിൽ ഭക്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായിയും ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും കലാപത്തിന് എന്ത് ചെയ്തു? നേതൃത്വം നൽകി. ഇനി മറ്റ് ചില പ്രദേശങ്ങളിലൂടെ അറിഞ്ഞു വെക്കണം. ലക്നൗ, അവധ്, ആഗ്ര, അയോധ്യ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ. അതിൽ അവധ് മാത്രമാണ് എങ്കിൽ സ്കൂൾ പാഠപുസ്തകം NCERT പാഠപുസ്തകത്തിൽ വാജിദ് അലി ഷാ എന്നൊരു പേരൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവധ് വാജിദ് അലി ഷായെ കൂടെ ഓർത്തു വെച്ചിരിക്കുക. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ ഖൻവർ സിംഗും, ബറേലി, റോഹിൻഹെഡ് എന്നിവയിൽ ഖാൻ ബഹദൂർ ഖാനും, മാൻഡസോറിൽ ഫിറോസ് ഷായും, ദെൻ മീററ്റിൽ കാദം സിംഗും, ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിഭായും താന്തിയ തോപ്പിയും 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അപ്പം കലാപത്തിൽ ആരൊക്കെ ഏത് മേഖലകളിൽ കലാപത്തിന് നേതൃത്വം നൽകി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു പോവുക. അത് സ്കൂൾ ടെക്സ്റ്റിൽ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും പറഞ്ഞു പോയിരിക്കുന്ന ആ ഒരു ടേബിള് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. അടുത്തത് സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായിട്ടാണ് പറഞ്ഞത്? ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഈ ഒരു പ്രഖ്യാപനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളൊരു ഭാഗം പറഞ്ഞത്? ഉത്തരം വരുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ഗാന്ധിജിയുടെ മൂന്ന് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളുണ്ട്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗാന്ധിജി നടത്തിയ 3 പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ. 1 നിസ്സഹകരണ പ്രസ്ഥാനം, 2 സിവിൽ നിയമലംഘന പ്രസ്ഥാനം, 3 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഈ 3ൻ്റെയും ടൈമിൽ ഗാന്ധിജിക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഗാന്ധിജി പറഞ്ഞു പോയിട്ടുണ്ടാകും. അതിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞതൊന്നും വേണ്ട, ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം, നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഇത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോട് അനുബന്ധിച്ച് പറഞ്ഞ ഒരു ആഹ്വാനമാണ്. 1942 ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഗാന്ധിജി ജനങ്ങൾക്ക് കൊടുത്തൊരു ആഹ്വാനമാണ്. എന്താണ്? ഒരു കൊച്ചു മന്ത്രം നൽകുന്നു. എന്തായിരുന്നു ആ മന്ത്രം? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി ഗാന്ധിജിയുടെ ആദ്യ ബഹുജന പ്രക്ഷോഭമായ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് അന്നത്തെ വൈസ്രോയ്ക്ക് അയച്ച ഒരു കത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്? ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞതാണ്. ഗാന്ധിജി വൈസ്രോയ്ക്ക് അയച്ച കത്തിലാണ് ഈ ഒരു ഭാഗം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിസ്സഹകരണ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി എഴുതിയ കത്തിൽ, വൈസ്രോയ്ക്ക് അയച്ച കത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്.
ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനമായ ഉപ്പ് സത്യാഗ്രഹം 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞ മറ്റൊരു ആഹ്വാനമാണ്, ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് അല്ലെങ്കിൽ അറബിക്കടലിന് സംഭാവന ചെയ്യും എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. ഓക്കെ, അപ്പം ഗാന്ധിജിയുടെ ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. INC-യുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക സമ്മേളനങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സൂറത്ത് സമ്മേളനം, INC-യുടെ പിളർപ്പുമായി ബന്ധപ്പെട്ട സൂറത്ത് സമ്മേളനം അറിഞ്ഞു വെക്കണം. പിന്നെ അറിയേണ്ടത് 1916 ലക്നൗ സമ്മേളനം അറിയണം. 1920 നാഗ്പൂർ സമ്മേളനം അഥവാ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് കോൺഗ്രസ് അംഗീകാരം നൽകിയ നാഗ്പൂർ സമ്മേളനം അറിഞ്ഞു വെക്കണം. ദെൻ 1929 ലാഹോർ സമ്മേളനം കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. അതിൽ നിന്നും ചോദ്യം പല പരീക്ഷകളിലും കണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ, അപ്പം 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ്. ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ്. ഗാന്ധിജിയെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. ഗാന്ധിജിയെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പം ബന്ധമില്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1 ഓപ്ഷനിൽ വരുന്ന ഒരു ആൻസർ നമുക്ക് പിക്ക് ചെയ്യണം. നോക്കിയേ, 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. ശരിയാണ്, അത് ലാഹോർ സമ്മേളനത്തിൽ ഒരു തീരുമാനമാണ്. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. അതും ലാഹോർ സമ്മേളനത്തിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. തെറ്റായ പ്രസ്താവനയാണ്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിലല്ല, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അപ്പം 1ഉം 4ഉമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, പൂർണ്ണ സ്വരാജ് 1929 ഡിസംബറിലെ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം ലാഹോറിൽ വെച്ച് നടത്തുന്ന വാർഷിക സമ്മേളനമാണ്. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് എന്ന റെസൊല്യൂഷൻ പാസ്സാക്കിയത് 1929 ലാഹോർ സമ്മേളനമാണ്. ഇനി 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ച ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും. ഇനി ഈ ഒരു സ്വാതന്ത്ര്യ ദിനം 1930 ജാനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ സ്മരണാർത്ഥമാണ് ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആയിട്ട് ജാനുവരി 26 സെലക്ട് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, അപ്പം ലാഹോർ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പഠിക്കുക. അതിൻ്റെ അധ്യക്ഷൻ ആരെന്നറിഞ്ഞു വെക്കുക. അതിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട റെസൊല്യൂഷൻ പൂർണ്ണ സ്വരാജ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം 1930 ജാനുവരി 26 ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അടുത്തൊരു ബഹുജന പ്രക്ഷോഭം, അതായത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിലൂടെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് മിക്ക പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അതുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ചതാര്? അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം ഗാന്ധിജി അറിയിച്ചത് ആരാണ്? ഉത്തരം അനുസൂയ ബെഹൻ ആണ് ഗാന്ധിജി അറിയിച്ചിരിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹം ഏതൊക്കെയാണ്? ചമ്പാരൻ 1917 ചമ്പാരൻ. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഈ ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുടെ യാതനകളാണ്. നീലം കർഷകരുടെ ഈ യാതനകളെ പറ്റി ഗാന്ധിജിയെ അറിയിച്ചത് ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയാണ്. ഓക്കെ, അതും 1916 ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജി വരുമ്പോൾ ഗാന്ധിജി അവിടെ വെച്ച് ആരാണ്? രാജ്കുമാർ ശുക്ല കാണുകയും അദ്ദേഹം ഗാന്ധിജിയോട് നീലം കർഷകരുടെ യാതനകളെ പറ്റി പറയുകയും ചെയ്തു. അത് ഗാന്ധിജി ആരാണ്? ഗാന്ധിജി ആ പ്രശ്നം എന്ത് ചെയ്തു? INC-യിൽ അവതരിപ്പിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ INC-യിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പം അതിനുശേഷമാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ചമ്പാരനിലെ സത്യാഗ്രഹത്തിലേക്ക് പോകുന്നത്. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ദെൻ അടുത്തത് അഹമ്മദാബാദിലെ മിൽ പണിമുടക്കാണ്. 1918 മാർച്ചിലാണ് അഹമ്മദാബാദിലെ മിൽ പണിമുടക്ക് നടക്കുന്നത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമാണ് ഏത്?
അഹമ്മദാബാദിലെ മിൽ പണിമുടക്ക് എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരം ഏത് എന്നൊരു ചോദ്യം വന്നാലും അത് ഏത് തന്നെയാണ്, അഹമ്മദാബാദിലെ മിൽ പണിമുടക്കാണ്. ഇനി ഈ ഒരു സമരമാണ് ഗാന്ധിജി അറിയിച്ചത് ആരാണ്? അനുസൂയ ബെഹനാണ് അറിയിച്ചത്. ഖേദ സത്യാഗ്രഹം 1918 നികുതിക്കെതിരെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം. നികുതിക്കെതിരായി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് ഏത്? ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? സ്കൂൾ ടെക്സ്റ്റ് പ്രകാരം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, നോക്കിക്കേ, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? മോഹൻ സിംഗ് ആണ്. അപ്പം ഈ ആശയത്തെ വെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നും INA നേതൃത്വം ഏറ്റെടുത്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളത്. ദെൻ INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെൻറ്റ്, അത് ഏതാണ്? ഝാൻസി റാണി റെജിമെൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ നിന്നത് ആരായിരുന്നു? മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ഓക്കെ, അപ്പം INA ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഭാഗം കൂടി എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു പോവുക. സോ നമ്മൾ ഈ ഒരു 7 ഡേ ചലഞ്ച് കൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ വളരെ കുറച്ച് ഭാഗം നമ്മൾ സിലബസ് പതുക്കെ എന്താണ് എൻട്രി ആപ്പിൽ ഓരോ വീഡിയോ ക്ലാസ്സിലൂടെ കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഒരു ചലഞ്ചാണ്. അടുത്ത വർഷം 2024 എന്നുള്ളത് ഇത്തരത്തിലുള്ള പല ചലഞ്ചുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ലക്ഷ്യത്തെ നമുക്ക് എന്ത് ചെയ്യണം? നേടിയെടുക്കണം. അപ്പം 2024 നല്ലൊരു വർഷമാകട്ടെ. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. ഒപ്പം നല്ലൊരു പുതുവത്സരവും. താങ്ക് യു.